ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങരയിൽ റോഡ് ഒലിച്ചുപോയി. ശക്തമായ മഴയെ തുടർന്നാണ് റോഡ് ഒലിച്ചുപോയത്. ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുകയാണ്. സ്കൂളിൽ ഉൾപ്പെടെ പോകുന്ന കുട്ടികൾക്കും യാത്രക്കാർക്കും ഏറെ ദുരിതമാണ് ഈ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. മുൻ ജനപ്രതിനിധികൾ ആരും തന്നെ ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ വീണ്ടും ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് തൃശ്ശൂരിന് ശേഷം കായംകുളത്തും ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ഇടിയുകയും റോഡുകളിൽ വിള്ളൽ കാരണം മണിക്കൂറോളം ഇന്നലെ രാത്രി മുതൽ ബ്ലോക്കാണ് കായംകുളം കൊറ്റുകുളങ്ങര ദേശീയപാതയിൽ. മണിക്കൂറോളം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. വിദ്യാർത്ഥികളും യാത്രക്കാരും രോഗികളും ആംബുലൻസ് അടക്കം മണിക്കൂറോളം ഈ ഗതാഗതത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാരണം വലിയ ചരക്ക് വാഹനങ്ങൾ പോലും ഓടാൻ പറ്റാത്ത വല്ലാത്ത ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കായംകുളം കൊറ്റുകുളങ്ങര ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കായംകുളത്തുകാരുടെ ജനങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു അതുപോലും യാഥാർത്ഥ്യമാക്കാൻ ഈ കഴിഞ്ഞു പോയ ഇതിന് മുമ്പ് പോയ എംപിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള എംഎൽഎമാർക്കോ നഗരസഭയ്ക്കോ കഴിയുന്നില്ല എന്നത് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ്. അതിന്റെ അനന്തരഫലമാണ് ഇന്ന് കായംകുളത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളോളം ഇവിടെ ദേശീയപാതയുടെ വികസനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണിക്കൂറോളം ജനങ്ങൾ ഗതാഗതത്തിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കായംകുളത്തെ ജനം അനുഭവിക്കുന്നത്. ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് ജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി പണിഞ്ഞ ഓട നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ്. വെള്ളം ഓടയിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക് കയറുന്നവരവസ്ഥ. എന്തോ ഒരു പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ നല്ലത് ഇവിടെ അറിവിപ്പാത വരണ്ട എന്നുള്ളതാണ്. സാധാരണ പോകുന്നത് പോലെ ഇത്രയും ജനങ്ങൾ